ബെസ്റ്റ് ഓഫ് കാനാന്തേശം. കഴിഞ്ഞ സീസണിലെ മികവാർന്ന എപ്പിസോഡുകൾ ചേർത്ത് വെച്ചൊരു ഓർമ്മ പുതുക്കൽ. ഗോൾഡൻ സീഡ് ക്വസ്റ്റ്യൻസിലൂടെ സീസൺ 2ലേക്ക് കടന്നുവരുന്ന കാനാന്തേശത്തിന്റെ രണ്ടാം തലമുറയ്ക്ക് ഉന്മേഷമേകിക്കൊണ്ട് ബെസ്റ്റ് ഓഫ് കാനാന്തേശത്തിന്റെ മറ്റൊരു പുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. പതിവ് പോലെ ഈ ആഴ്ചയും പ്രേക്ഷകർക്കുള്ള ഗോൾഡൻ സീഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതായത് ഈ എപ്പിസോഡിനിടയിൽ ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ ശരിയുത്തരം അയച്ചാൽ നിങ്ങൾക്കും ഈ പരിപാടിയിൽ പങ്കെടുക്കാം. കഴിഞ്ഞ സീസണിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ രസക്കൂട്ടുകളുമായാണ് കാനാന്തേശം സീസൺ 2 നിങ്ങൾക്ക് മുമ്പിലെത്തുന്നത്. സാക്ഷ്യങ്ങളും പങ്കുവെക്കലും ഒക്കെയുണ്ട്. എന്നാൽ കഴിഞ്ഞ സീസണിലെ പോലെ പ്രായപരിധിയില്ല. വ്യത്യസ്തങ്ങളായ കൗതുകമുണർത്തുന്ന റൗണ്ടുകൾ. സീസൺ 2 വിശേഷങ്ങൾ ഏറെയുണ്ട് പറയാൻ. ഇപ്പോൾ ബെസ്റ്റ് ഓഫ് കാനാന്തേശം തുടങ്ങാൻ സമയമായിരിക്കുന്നു. സോ മറ്റു വിശേഷങ്ങൾ അടുത്ത ആഴ്ച കാണാം. അറിവാണ് സമൃദ്ധി, ബൈബിളാണ് അറിവ്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും കാനാന്തേശം ബൈബിൾ റിയാലിറ്റി ഷോയിലേക്ക് ഹാർദവമായ സ്വാഗതം. പുതിയ എപ്പിസോഡുമായി പുത്തൻ മത്സരാർത്ഥിയുമായി കാനാന്തേശം ഇതാ വീണ്ടും. ഇന്ന് ഈ ഗോൾഡൻ സീറ്റിലേക്ക് കടന്നു വരുന്നത് കുമാരി ഷാലോം മരിയ. Shalom Maria, you are most welcome. Please take your golden seat. ഒട്ടേറെ അനുഭവങ്ങൾ, യാഥാർത്ഥ്യങ്ങൾ, ജീവിത സാക്ഷ്യങ്ങൾ ഒക്കെയും പങ്കുവച്ച കാനാന്തേശം. ഇവയുടെ തുടർച്ചയായി ഈ എപ്പിസോഡിൽ നമ്മോടൊപ്പം ഷാലോം മരിയ. ഷാലോം മരിയ, നല്ല പേര്. ഇതിന്റെ അർത്ഥം ഏതാണ്? യഥാർത്ഥ പേര് ഷാലോമാണോ മരിയയാണോ? രണ്ടും വിളിക്കാറുണ്ട്. ഷാലോം എന്നാണ് എന്നെ വീട്ടിൽ വിളിക്കാറ്. പിന്നെ ഈ പേരിനുള്ള അർത്ഥം സമാധാനം ആണ്. സമാധാനം, പീസ്. വെരി ഗുഡ്. മോളുടെ വീട്ടിലെ വിശേഷങ്ങൾ. വീട്ടിൽ ആരൊക്കെയുണ്ട്? മോള് ഏത് ഇടവകയിൽ നിന്ന് വരുന്നു? പഠനം എല്ലാം. എൻ്റെ വീട്ടിൽ പപ്പ, അമ്മ, അമ്മാമ്മ, അനിയത്തി, എൻ്റെ ബ്രദർ, പിന്നെ ഞാനും ഉണ്ട്. ഞാൻ ലൂർദ് ഇടവകയിൽ നിന്ന് വരുന്നു. ലൂർദ് എവിടെ? ലൂർദ് മെട്രോപൊളിറ്റൻ കത്തീഡ്രൽ, തൃശൂർ. ഓക്കെ. എൻ്റെ ബ്രദർ 9th-ലും സിസ്റ്റർ 5th-ലും പഠിക്കുന്നു. എൻ്റെ പപ്പയും മമ്മിയും ക്ലർക്സ് ആണ്. എവിടെ വർക്ക് ചെയ്യുന്നു? പപ്പ സെന്റ് ജോർജ് തൊഴിയൂർ ഹൈസ്കൂളിൽ വർക്ക് ചെയ്യുന്നു. അമ്മ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ക്ലർക്കായി. സ്കൂൾ? എന്റെ സ്കൂൾ നിർമ്മല മാത സെൻട്രൽ സ്കൂൾ. അവിടെ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എങ്ങനെയുണ്ട് സ്കൂൾ ജീവിതമൊക്കെ? 7ാം ക്ലാസ്, കൊച്ചു ക്ലാസ്, ഭാവിയെ കുറിച്ച് ഒത്തിരി സ്വപ്നങ്ങളൊക്കെ നെയ്യുന്ന പ്രായം അല്ലേ? അതെ. എങ്ങനെയുണ്ട് കൊച്ചു സ്കൂളിലെ ചെറിയ ജീവിതം? വളരെ സന്തോഷകരമാണ്. എൻ്റെ ഒരു ഭാവിയിൽ എന്താവണമെന്ന് ചോദിക്കാനാണെങ്കിൽ ഒരു ഡോക്ടർ ആവണമെന്നാണ് ആഗ്രഹം. ഞാൻ ചോദിക്കണമെന്ന് കരുതിയതാണ്. മോൾ ഇങ്ങോട്ട് പറഞ്ഞു. നല്ല കാര്യം. ഓക്കെ. എങ്ങനെ പോകുന്നു സ്കൂൾ ജീവിതം? നന്നായി പോകുന്നു. അവിടെ ടീച്ചേഴ്സൊക്കെ, കൂട്ടുകാരൊക്കെ? ടീച്ചേഴ്സും കൂട്ടുകാരൊക്കെ നന്നായി പോണു. അവരെല്ലാവരും ഇതിന് സപ്പോർട്ടീവും എല്ലാം എനിക്ക് അനുകൂലമായിട്ടാണ് എല്ലാവരും നിൽക്കുന്നത്. എപ്പോഴും നല്ല പ്രോത്സാഹനം. അതെ. നല്ല സ്നേഹം. അതെ. അല്ലേ? വഴക്ക് കൂടാറുണ്ടോ കൂട്ടുകാരുമായിട്ടൊക്കെ? അത് കൂട്ടുകാരാകുമ്പോ വഴക്ക് കൂടും അല്ലേ? അടിയും ബഹളവും ഒക്കെ? അത്ര അടിയും ബഹളമൊന്നല്ല, എന്നാലും ഫ്രണ്ട്സ് ആവുമ്പോ. കൂട്ടുകാരോടൊക്കെ ചേർന്നിരുന്ന് പ്രാർത്ഥിക്കാറുണ്ടോ? ഞങ്ങളുടെ സ്കൂളില് ഹോളി മാസും പ്രയർ റൂം ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടേക്കൊക്കെ പോകാറുണ്ട്. നമുക്ക് മത്സര ഭാഗത്തേക്ക് വരട്ടെ. റെഡി? റെഡി. മോടെ മുമ്പിലുള്ള കമ്പ്യൂട്ടറിൽ 7 ബ്ലോക്കുകളുണ്ട്. കാണാവോ? കാണാം. 7 കളറിലുള്ള ബ്ലോക്കുകൾ കണ്ടോ?
മോക്ക് ഇതിൽ ഇഷ്ടമുള്ള ഒരു ബ്ലോക്ക് സെലക്ട് ചെയ്യാം. ഒരു കാര്യം ഓർമ്മിക്കണം, സെലക്ട് ചെയ്യുന്ന ബ്ലോക്കിൽ നിന്നായിരിക്കും മോക്കുള്ള ചോദ്യങ്ങൾ ഒഴുകിയെത്തുന്നത്. ഓക്കെ, സെലക്ട് ചെയ്തു. ഓറഞ്ച്. ഓറഞ്ച്. ഓറഞ്ചിൽ ഉറപ്പിച്ചിരിക്കുന്ന പ്രിയപ്പെട്ട ഷാലോം മരിയയ്ക്കുള്ള ആദ്യത്തെ ചോദ്യം ഇതാണ്. കർത്താവിന്റെ വിശുദ്ധ ജനം ആരാണ്? ഓപ്ഷൻ എ ഈജിപ്തുകാർ, ഓപ്ഷൻ ബി അമോര്യർ, ഓപ്ഷൻ സി ഇസ്രായേൽ, ഓപ്ഷൻ ഡി ജബൂസ്യർ. ഓപ്ഷൻ സി ഇസ്രായേൽ. ഉറപ്പിച്ചോ? ഉറപ്പിച്ചു. തീർച്ചയാണോ? തീർച്ചയാണ്. ഞാൻ ലോക്ക് ചെയ്യും, ലോക്ക് ചെയ്യും. പിന്നെ രക്ഷയില്ല. ഇല്ല, കുഴപ്പമില്ല. പ്ലീസ് ലോക്ക് ഓപ്ഷൻ സി ഇസ്രായേൽ. ഈജിപ്തുകാരല്ലേ? ഒരിക്കലല്ല. അല്ലേ? അല്ല. അതെന്താ? അവരെയാണ് ദൈവം ഇസ്രായേൽക്കാരെ വിട്ടയക്കുന്നതിന് ബാധകളെ അയച്ചത്. ആ, അവരൊരിക്കലല്ല. അവര് അന്യദേവന്മാരെയും അസ്ഥാർത്ഥ ദേവന്മാരെയും ഒക്കെ ആരാധിച്ചിരുന്നു. അതുകൊണ്ട് കർത്താവിന്റെ വിശുദ്ധജനം ഇസ്രായേൽ തന്നെയാണ്. ഉറപ്പിച്ചു. ഉറപ്പിച്ചു. ഉത്തരത്തിന്റെ കാര്യത്തിൽ ഷാലോം മരിയയ്ക്ക് യാതൊരു സംശയവുമില്ല. സംശയമില്ല. കമ്പ്യൂട്ടറിനോട് ചോദിക്കാം. ചോദിക്കട്ടെ? ചോദിച്ചു. ഷാലോം മരിയയുടെ അനുവാദത്തോടെ ഞാൻ കമ്പ്യൂട്ടറിനോട് ചോദിക്കുന്നു. കമ്പ്യൂട്ടർ പ്ലീസ് ചെക്ക്. ഉത്തരം ശരി. ഓപ്ഷൻ സി ഇസ്രായേൽ തന്നെയാണോ വന്നത്? അല്ല. ആരൊക്കെയുണ്ട് അമ്മാമ്മ, കൂട്ടത്തിൽ ഇന്ന് ഇപ്പൊ വന്നിരിക്കുന്നത്? ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് അപ്പ, അനീത്തി, അമ്മാമ്മ. അവരെ ഒന്ന് പരിചയപ്പെടുത്തിക്ക്. പപ്പ പേര് VI ജേക്കബ്. ഇവിടെ തൊഴിയൂര് സെന്റ് ജോർജ് ഹൈസ്കൂളിലെ ക്ലർക്കാണ്. സിസ്റ്റർ ഏഞ്ചൽ ഹന്ന നിർമ്മലമാതയിൽ തന്നെ 5th പഠിക്കുന്നു. പിന്നെ എന്റെ അമ്മാമ്മ മറിയം. അമ്മാമ്മ എന്താ ഈ പരിപാടിക്ക് വന്നത്? വല്യമ്മച്ചിയല്ലേ അമ്മാമ്മ? അമ്മയുടെ അമ്മ. അമ്മയുടെ അമ്മ, വല്യമ്മച്ചി. അമ്മാമ്മയ്ക്ക് എന്നാ കാനാന്തേശത്തിലെ പരിപാടിക്ക് വരാൻ വേണ്ടി ഇത്രമാത്രം സന്തോഷവും ആവേശവും കൊച്ചുമകൾ പങ്കെടുക്കുന്നുകൊണ്ടാണോ, അതെയോ ഇതൊക്കെ ഒന്ന് അനുഭവിച്ചറിയാനുള്ള ആഗ്രഹം കൊണ്ടാണോ? അമ്മാമ്മ ഒന്നും പറഞ്ഞില്ലേ? ഞാൻ അമ്മാമ്മേനെ നിർബന്ധിക്കുകയായിരുന്നു. അമ്മാമ്മ എന്തായാലും വരണം. ഞാൻ ജയിച്ചാലും ഇതില് പങ്കെടുക്കാൻ എനിക്ക് കിട്ടിയില്ലെങ്കിൽ അമ്മാമ്മ എന്തായാലും വരണം. ആ, അമ്മാമ്മയോട് തന്നെ ഞാൻ ചോദിക്കാം. അമ്മാമ്മേ, ഈ പരിപാടിയിലേക്ക് വരുവാന് അമ്മാമ്മയ്ക്ക് തോന്നിയ ആ ആഗ്രഹം അതെന്താണ്? ഇത്രകാലം മരിക്കും ഒന്നും കാണാത്തൊരു അമ്മാമ്മയുണ്ട്. ആ അമ്മാമ്മയ്ക്ക് കൊച്ചുമോളുടെ ഈ ഭാഗ്യം കാണാനായിട്ട് സന്തോഷത്തോടു കൂടിയിട്ട് വന്നതാ ഞാൻ. അമ്മാമ്മയുടെ ഈ പ്രായത്തിലുള്ള ഈ ആവേശം കാണുമ്പോൾ ഒത്തിരിയേറെ സന്തോഷം. ഷാലോം മരിയയുടെ ഡാഡിക്ക് എന്ത് പറയാനുണ്ട്? ഷാലോം ഈ പരിപാടിയിൽ പങ്കെടുക്കാം എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു എല്ലാ സപ്പോർട്ടും ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവാം. അവൾ ബൈബിൾ ഒരു വട്ടം വായിച്ചു തീർത്തിട്ടുണ്ട്. പങ്കെടുക്കണം എന്നുള്ള ആഗ്രഹം അവൾ പറഞ്ഞോട് പോയിട്ട് ഞങ്ങളെല്ലാവരും അവളെ സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട്. ഒത്തിരി സന്തോഷം നിങ്ങൾ വന്നതിൽ. കാനാന്തേശം ബൈബിൾ റിയാലിറ്റി ഷോയുടെ ഭാഗമായിട്ട് കാണുന്നതിൽ ഒത്തിരിയേറെ നന്ദിയുണ്ട്. അതോടൊപ്പം നല്ല ഒരു കൊച്ചു മകളെ അമ്മാമ്മയ്ക്കും നല്ല ഒരു മകളെ ഡാഡിക്കും ഈശോ നൽകിയിരിക്കുകയാണ്. ഈശോയുടെ വലിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഷാലോം മരിയയ്ക്കുള്ള അടുത്ത ചോദ്യം ഇതാണ്. വെളിച്ചത്ത് വരാതെ ഒന്നും രഹസ്യമായിരിക്കില്ല. ഇത് ഏത് ഉപമയുടെ സാരാംശമാണ്? ഓപ്ഷൻ എ
വിത്തിന്റെ ഉപമ. ഓപ്ഷൻ ബി വിലക്കാരന്റെ ഉപമ. ഓപ്ഷൻ സി കടുകുമണിയുടെ ഉപമ. ഓപ്ഷൻ ഡി ദീപം മറച്ചു വെക്കരുത്. സെക്കൻഡുകൾ നീങ്ങുന്നു. ഓപ്ഷൻ ഡി ദീപം മറച്ചു വെക്കരുത്. ഓപ്ഷൻ ഡി ദീപം മറച്ചു വെക്കരുത്. ലോക്ക് ചെയ്യട്ടെ? ലോക്ക് ചെയ്തു. ലോക്ക് ചെയ്യുന്നു. പ്ലീസ് ലോക്ക്. ഓപ്ഷൻ ഡി ദീപം മറച്ചു വെക്കരുത്. കൺഫ്യൂഷൻ ഇല്ല. എന്താ ദീപത്തിലേക്ക് വരാനുള്ള കാരണം? അപ്പുറത്ത് വെളിച്ചം എന്ന് കണ്ടതുകൊണ്ടാണോ? അതുകൊണ്ട് തന്നെയാണ്. പിന്നെ വിത്തിന്റെ ഉപമയാണോ എന്നൊരു സംശയമുണ്ട്. വിലക്കാരന്റെയും കടുകുമണിയുടെയും അല്ല. അല്ല, വിത്തിന്റെ ആണോ ദീപത്തിന്റെ ആണോ എന്ന് സംശയം തീർക്കാം. ചോദിക്കട്ടെ കമ്പ്യൂട്ടറിനോട്? കമ്പ്യൂട്ടർ പ്ലീസ് ചെക്ക്. എക്സലന്റ് മോളെ, എക്സലന്റ്. കൺഗ്രാറ്റുലേഷൻ. എനിക്കിഷ്ടപ്പെട്ടത് മോടെ ഉത്തരത്തെക്കാൾ മോഡ് ആ ഉത്തരത്തിലേക്ക് എത്തിച്ചേർന്ന വഴിയാണ്. മറ്റ് രണ്ടെണ്ണം അല്ല, ഈ രണ്ടെണ്ണമാണോ എന്ന് സംശയം. അവസാനം ഓപ്ഷൻ ഡിയിലേക്ക് വന്നു. ദീപം, ആ ദീപത്തിന്റെ പ്രകാശം. എങ്ങനെയുണ്ട് വീട്ടിലെ കുടുംബ പ്രാർത്ഥനയും വീട്ടിലെ ആത്മീയ ജീവിതവും വീട്ടുകാര് ഒരുമിച്ചുള്ള ആ സ്നേഹബന്ധവും? വീട്ടിൽ കുടുംബ പ്രാർത്ഥനയുണ്ട്. മിക്കവാറും പാട്ട് പാടും. അതിനുശേഷം ബൈബിൾ വായിക്കും. അതിനെക്കുറിച്ച് വിചിന്തനം നടത്തും. വീട്ടിൽ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് മുമ്പായി പാട്ടുപാടും. വീട്ടിൽ പാടുന്ന ശാലോം മരിയയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗാനത്തിന്റെ ഏതാനും ഈരടികൾ. ഒന്നു വിളിച്ചാലൂടി എന്റെ അരികിലെത്തും, ഒന്നു സ്തുതിച്ചാലവൻ എന്റെ മനം തുറക്കും, ഒന്നു കരഞ്ഞാലോ മരിച്ച് മിഴി തുടയ്ക്കും. ഓ എത്ര നല്ല സ്നേഹമെന്റെ യേശു, ഓ എത്ര നല്ല സ്നേഹമെന്റെ യേശു. ഈശോയെ വിളിച്ചിട്ടുണ്ടോ? ഒരുപാട് തവണ വിളിച്ചിട്ടുണ്ട്. ഏതൊക്കെ സന്ദർഭത്തിലാണ്? സമ്മാനം കിട്ടുമ്പോഴാണോ, ദുഃഖം വരുമ്പോഴാണോ, വീഴുമ്പോഴാണോ, വഴക്ക് കൂടുമ്പോഴാണോ? എന്റെ എല്ലാ വികാരത്തിലും യേശുവിനെ വിളിച്ചിട്ടുണ്ട്. ഈശോയിലാണ് എല്ലാം അർപ്പിച്ചിരിക്കുന്നത് അല്ലേ? അതെ. ഈശോയോട് എന്നും പ്രാർത്ഥിക്കുന്നു. പ്രേക്ഷകർക്കുള്ള ഇന്നത്തെ ഗോൾഡൻ സീഡ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇസ്മായിലരുടെ അടുക്കൽ നിന്ന് ജോസഫിനെ വിലയ്ക്ക് വാങ്ങിയതാര്? ചോദ്യം ഒരിക്കൽ കൂടി. ഇസ്മായിലരുടെ അടുക്കൽ നിന്ന് ജോസഫിനെ വിലയ്ക്ക് വാങ്ങിയതാര്? ഉത്തരം SMS ആയോ ഇമെയിലായോ അയക്കാവുന്നതാണ്. SMS അയക്കേണ്ട നമ്പർ 9744155533. ഇമെയിൽ kanandesham@gmail.com. വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് ഓഫ് കാനാന്തേശം. മോക്ക് കാനാന്തേശത്തിന്റെ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാനുള്ള സമയമായി. കടക്കാം. ശാലോം മരിയയ്ക്ക് കാനാന്തേശം ബൈബിൾ റിയാലിറ്റി ഷോയിലെ മൂന്നാമത്തെ ചോദ്യം ഇതാ. യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനും ദൈവഹിതാനുസരണം വിളിക്കപ്പെട്ടവനുമായവൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെ? ഓപ്ഷൻ എ യാക്കോബിനെ, ഓപ്ഷൻ ബി മർക്കോസിനെ, ഓപ്ഷൻ സി പൗലോസിനെ, ഓപ്ഷൻ ഡി പത്രോസിനെ. സമയം നീളുന്നു.
ഓപ്ഷൻ സി പൗലോസിനെ. ഓപ്ഷൻ സി പൗലോസിനെ. ഉറപ്പിക്കട്ടെ? ഉറപ്പിച്ചോളൂ. ലോക്ക് ചെയ്യുന്നു. കമ്പ്യൂട്ടർ പ്ലീസ് ലോക്ക് ഓപ്ഷൻ സി പൗലോസിനെ. സംശയം? പത്രോസ് ആണോ സംശയമുണ്ട്. പത്രോസ് ആണോ പൗലോസ് ആണോ? ചെറിയ സംശയം. യാക്കോബിനെയും മർക്കോസിനെയും മാറ്റി. ആ മറ്റേ മാറ്റി. അവരല്ല. അവരെല്ലാം അതെന്താ പത്രോസിനെ ആണോ എന്നൊരു ചെറിയ സംശയം ആ കൊച്ചു മനസ്സിൽ തോന്നാൻ കാരണം? പത്രോസ് ആണോന്ന് തോന്നാനായിട്ട് അവൻ ആ പാറമേൽ പണിയുന്നാണ് യേശു പറഞ്ഞത്. പിന്നെ പൗലോസ് എന്ന് പറയുമ്പോ സാവൂൾ സാവൂളിനെ എന്തിനെ പീഡിപ്പിക്കുന്നു അങ്ങനെ ചോദിച്ചുകൊണ്ട് യേശുവിന്റെ ഹിതം അനുസരിച്ച് അവൻ അപ്പസ്തോലനായി എന്നാണ്. അതുകൊണ്ടാണ് പൗലോസിലേക്ക് അങ്ങ് ഉറപ്പീര് അല്ലേ? നമുക്ക് ശരിയാണോ തെറ്റാണോ കൃത്യമായിട്ട് ഇപ്പോൾ അറിയാം. കമ്പ്യൂട്ടറിനോട് ചോദിക്കട്ടെ? കമ്പ്യൂട്ടർ പ്ലീസ് ചെക്ക്. സി പൗലോസിനെ കൃത്യമായ ഉത്തരം. കൺഗ്രാജുലേഷൻസ്. താങ്ക് യു. 3 ചോദ്യങ്ങൾ, എല്ലാത്തിനും കൃത്യമായ ഉത്തരങ്ങൾ. ഞാൻ അത്ഭുതപ്പെടുകയാണ് ഈ കൊച്ചു മനസ്സിൽ ബുദ്ധിയിൽ ഇതെങ്ങനെ ഇതെല്ലാം സ്റ്റോർ ചെയ്തു വെച്ചു എന്നുള്ളത്. വിശുദ്ധ ഗ്രന്ഥം വലിയ പുസ്തകം, അതിന്റെ ഏത് ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ വരാം. വിജയിച്ചാലും പരാജയപ്പെട്ടാലും മുന്നോട്ട് പോയാലും പോയില്ലെങ്കിലും 3 ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ തന്നെ നൽകിയപ്പോൾ മോള് വലിയ ഒരു വ്യക്തിയായി മാറിയ സന്തോഷം തോന്നുന്നു. സന്തോഷം തോന്നുന്നു. ഭാവിയിൽ ആരാകാനാണ് ആഗ്രഹിക്കുന്നത്? ഒരു ഡോക്ടറാകാനാണ് ആഗ്രഹിക്കുന്നത്. എന്താ? പ്രത്യേകിച്ച് ക്യാൻസറിന് വേണ്ടിയുള്ള ഡോക്ടറാകാൻ ആഗ്രഹിക്കുന്നത്. കാരണം ക്യാൻസറിൽ മരുന്നില്ലാതെ, പൈസ ഉണ്ടായിട്ടും മരുന്നില്ലാതെ വലയുന്നവർ കുറേയുണ്ട്. അതിന് മരുന്ന് കണ്ടുപിടിക്കാനും അതിനുള്ളവരെ ചികിത്സിക്കാനും അവർക്കുള്ള ജീവിതം സന്തോഷപ്രദമാക്കി കൊടുക്കാനും ആഗ്രഹിക്കുന്നുണ്ട്. പാവങ്ങളെ ശുശ്രൂഷിക്കുന്ന ഒരു മേഖല അതുകൊണ്ട് മാത്രമാണോ? അതുകൊണ്ട് പിന്നെ പണമൊക്കെ വേണ്ടേ? ജീവിക്കണമെങ്കിൽ, മുന്നോട്ട് പോകണമെങ്കിൽ പണമുണ്ടാക്കണ്ടേ ഡോക്ടറായിട്ട്? പാവപ്പെട്ടവർക്ക് സേവനം ഫ്രീ ആയിട്ടായിരിക്കും. പിന്നെ ധനികർക്ക് അവര് തരുന്നത് സ്വീകരിക്കും. അങ്ങനെ തരുന്നത് സ്വീകരിക്കും. ഔദ്യോഗിക ജീവിതത്തിൽ കിട്ടുന്നതൊക്കെ സ്വീകരിക്കും. പക്ഷേ പാവങ്ങളോട് നല്ല ഒരു കണ്ണ്, കാഴ്ചപ്പാട്, അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ കൂടെ അവരോടൊപ്പം ജീവിക്കുന്ന ഒരു നല്ല മനസ്സ്, അതല്ലേ മോള് പങ്കുവെച്ചത്? പോയിട്ടുണ്ടോ നമ്മുടെ ആശുപത്രികളിലേക്ക്, ക്യാൻസർ രോഗികൾ ഉള്ള സ്ഥലങ്ങളിലേക്ക്? പോയിട്ടുണ്ട്. എങ്ങനെയുണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ? മേഴ്സി ഹോമിലും സെന്റ് പോൾ മേഴ്സി ഹോം അവിടെയൊക്കെ ചെന്നപ്പോൾ ഒരുപാട് കുട്ടികൾ മന്ദബുദ്ധികളും ഒരുപാട് പേർ രോഗികളായിട്ട് കണ്ടു. അവർക്കൊക്കെ ദൈവം പ്രദാനം ചെയ്യാത്ത കുറെ കഴിവുകൾ നമ്മൾക്ക് നൽകിയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ യൂസ് ചെയ്ത് അവരെയും കൂടി ദൈവത്തിന്റെ ഒരു അടുത്തേക്കായി കൊണ്ടുവരുന്നുണ്ട്. വിശുദ്ധയായ ഒരു മോൾ, ശലോം മരിയ, നല്ല വിശുദ്ധിയുള്ള മോൾ. സന്തോഷം തോന്നുന്നു. നമുക്ക് കടക്കാം അടുത്ത ചോദ്യത്തിലേക്ക്. ശലോം മരിയയ്ക്കുള്ള 4ാമത്തെ ചോദ്യം ഇതാ. പഴയ നിയമം എഴുതപ്പെട്ട ഭാഷ. ഓപ്ഷൻ എ അരമായ, ഓപ്ഷൻ ബി ഗ്രീക്ക്, ഓപ്ഷൻ സി ഹീബ്രു, ഓപ്ഷൻ ഡി റോമൻ. ഓപ്ഷൻ സി ഹീബ്രു. ഓപ്ഷൻ സി ഹീബ്രു. ലോക്ക് ചെയ്യട്ടെ?
ലോക്ക് ചെയ്തു. ഉറപ്പ്? കമ്പ്യൂട്ടർ പ്ലീസ് ലോക്ക് ഓപ്ഷൻ സി ഹീബ്രു. സംശയം എന്തേലും ഇപ്പോൾ തോന്നുന്നുണ്ടോ? അരമായ അല്ല, ഗ്രീക്ക്, അരമായ, ഹീബ്രു, റോമൻ അല്ല. റോമൻ അല്ല. അല്ല. ഓക്കെ. ബാക്കി ഒരു സംശയം. അരമായി ആണോ ഗ്രീക്ക് ആണോ ഹീബ്രു ആണോ എന്ന് ഒരു സംശയം മനസ്സിലുണ്ട്. ഹെബ്രായക്കാരാണ് പഴയ നിയമത്തിലെ ജനതകളായ കാരണം അത്. എങ്ങനെ ഹെബ്രായരല്ലേ പഴയ നിയമത്തിലെ ജനതകൾ, അതിന്റെ പശ്ചാത്തലത്തില് ഹീബ്രു. വിഷമിക്കേണ്ട, ടെൻഷൻ വേണ്ട, നമുക്ക് ചോദിക്കാം കമ്പ്യൂട്ടറിനോട് തന്നെ. കമ്പ്യൂട്ടർ പ്ലീസ് ചെക്ക്. എക്സലന്റ് മോളെ, എക്സലന്റ്, വെൽ ഡൺ, മിടുക്കി. താങ്ക് യു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മോടെ ഉത്തരത്തേക്കാൾ എനിക്കിഷ്ടപ്പെട്ടത് ആ ഉത്തരം കണ്ടെത്താൻ വേണ്ടി മോള് നടത്തുന്ന ചിന്തകളാണ്. പ്രേക്ഷകർക്കുള്ള ഇന്നത്തെ ഗോൾഡൻ സീറ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇസ്മായിലരുടെ അടുക്കൽ നിന്ന് ജോസഫിനെ വിലയ്ക്ക് വാങ്ങിയതാര്? ചോദ്യം ഒരിക്കൽ കൂടി. ഇസ്മായിലരുടെ അടുക്കൽ നിന്ന് ജോസഫിനെ വിലയ്ക്ക് വാങ്ങിയതാര്? ഉത്തരം SMS ആയോ ഇമെയിൽ ആയോ അയക്കാവുന്നതാണ്. SMS അയക്കേണ്ട നമ്പർ 9744155533. ഇമെയിൽ kanandesham@gmail.com. വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് ഓഫ് കാനാന്തേശം. 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു അതെ. അല്ലേ? 1 തൊട്ട് 7 വരെയുള്ള ആ സ്കൂൾ വർഷങ്ങൾ ഈ പഠനത്തോടൊപ്പം എങ്ങനെയാണ് മോള് പള്ളിയിലെ മതപഠന ക്ലാസ്സുകൾ, പള്ളിയോട് ചേർന്നുള്ള ഭക്തസംഘടനകളുടെ പ്രവർത്തനങ്ങൾ? ക്രിസ്റ്റീനിലുണ്ട്. പിന്നെ എന്റെ മമ്മി ജീസസ് യൂത്തിലുള്ള കാരണം അവിടേക്കും ചിലപ്പോഴൊക്കെ പോകാറുണ്ട്. നമുക്ക് ഈ കാര്യം ഒന്ന് അവിടുത്തെ അച്ഛനോട് ചോദിച്ചാലോ? ഹലോ, ആന്റണിച്ചൻ. ഞാൻ ഷാലൂമ. ഞാനിപ്പോ കാനാന്തേശം റിയാലിറ്റി ഷോയിലെ ഇരിക്കുകയാണ്. ആന്റണി അച്ഛാ. പറയൂ. സ്തുതിയായിരിക്കട്ടെ അച്ഛാ. ഞാൻ അഡ്വക്കേറ്റ് VC സെബാസ്റ്റ്യനാണ്. ഷാലോം മരിയ എന്നോടൊപ്പം ഇപ്പോൾ ഈ കാനാന്തേശം പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ കുറെ ചോദ്യങ്ങൾ ചോദിച്ചു. നല്ല മിടുമിടുക്കിയായി ഉത്തരങ്ങളൊക്കെ നൽകി. ഈ കൊച്ചുമോളെ പറ്റി അച്ഛനുള്ള അഭിപ്രായങ്ങൾ കൂടി ഞങ്ങൾക്ക് അറിയണമെന്നുണ്ട്. ഒന്ന് പങ്കുവയ്ക്കാമോ? ഈ കുട്ടി ഞാൻ ആ ഇടവകയില് ആയിരിക്കുന്ന സമയത്ത് വചനവുമായി ബന്ധപ്പെട്ട് ധാരാളം പ്രസംഗങ്ങൾ പറയുമായിരുന്നു. അപ്പൊ ആ സമയങ്ങളിൽ നമ്മുടെ പള്ളിയിൽ പറയുന്ന വചനങ്ങളുണ്ടല്ലോ, ഈ വചനങ്ങൾ ഞാൻ പ്രസംഗത്തിനിടയ്ക്ക് അധ്യായം വാക്യങ്ങൾക്കും പഠിപ്പിക്കുമായിരുന്നു. അത് വളരെ സ്മാർട്ടായിട്ട് അത് ക്യാച്ച് ചെയ്യാനും അത് പഠിക്കാനും ഒപ്പം അത് പ്രാക്ടീസ് ചെയ്യാനും ആള് ശ്രമിക്കുമായിരുന്നു. അങ്ങനെ ഒരു മിടുക്കിയായിട്ടുള്ള കുറച്ചായിട്ട് തോന്നിയിരുന്നു. അങ്ങനെ അപൂർവം വളരെ കുറച്ചു പേരെ മാത്രമേ കണ്ടുപിടിച്ചിട്ടുള്ളൂ. പക്ഷേ സമയം ഇവളത് അങ്ങനെ പറയുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനായിട്ട് ശ്രദ്ധിക്കുമായിരുന്നു. അതുകൊണ്ട് മിടുക്കിയായിട്ടുള്ള കുറച്ചാണ്. നമുക്ക് ഉത്തരം കൃത്യമായിട്ട് അറിയില്ലെങ്കിൽ പോലും അവളെ സഹായിക്കാമെന്ന് പറയാനുള്ള റീസൺ അതാണ്. ഷാലോം മരിയയുടെ കുടുംബത്തെ കുറിച്ചുള്ള അച്ഛന്റെ ഒരു വിലയിരുത്തൽ? മക്കളെ മോളെക്കാളും തീക്ഷ്ണതയാണ് അമ്മയ്ക്കും അപ്പച്ചനും. അല്ലെ, അമ്മയാണ് കൂടുതൽ പരിചയം. അമ്മ മകള് അങ്ങനെ അച്ഛൻ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അമ്മയാണ് അത് എന്നെ വിളിച്ചു പറഞ്ഞത്. മോൾ അങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്, അവൾക്ക് അച്ഛന്റെ പ്രസംഗം ഇഷ്ടമാണ്, അവള് വചനം പഠിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ അമ്മയാണ് പറയുമായിരുന്നത്. അപ്പൊ കുറെ കൂടിയും അമ്മയും മക്കളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലാണ് വചനം പഠിക്കണം, മക്കള് വചനം പഠിക്കണം, അതനുസരിക്കണം അമ്മയ്ക്ക് കുറെ കൂടിയും ആഗ്രഹമുണ്ട് എന്നാണ് അമ്മയെ കുറിച്ചുള്ള അച്ഛൻ്റെ എന്റെ അഭിപ്രായം. ഒത്തിരി സന്തോഷം അച്ഛ പങ്കുവെച്ച നല്ല വാക്കുകൾക്ക്, അങ്ങ് നൽകുന്ന വലിയ ശുശ്രൂഷകൾക്ക്. തീർച്ചയായിട്ടും ലോകമെമ്പാടുമുള്ള അൽമാരുടെ പേരുള്ള അഭിനന്ദനം, സന്തോഷം, സ്നേഹം, പ്രാർത്ഥന എല്ലാം ഞാൻ പങ്കുവെക്കുകയാണ്. താങ്ക് യു അച്ഛാ. സന്തോഷം. താങ്ക് യു വെരി മച്ച്. അച്ഛൻ വളരെ കാര്യമായിട്ടാണ് മോളെ പറ്റി ഇപ്പോൾ പറഞ്ഞത്. കേട്ടില്ലേ? കേട്ടു. സന്തോഷം തോന്നുന്നില്ലേ? സന്തോഷം. ആ സന്തോഷം മനസ്സിൽ സ്വീകരിച്ചുകൊണ്ട്
നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. എത്രാമത്തെ ചോദ്യം? അഞ്ചാമത്തെ ചോദ്യം. ഷാലോം മരിയയ്ക്കുള്ള അഞ്ചാമത്തെ ചോദ്യം ഇതാണ്. ഇനി ഒരിക്കലും വെള്ളപ്പൊക്കം മൂലം ഭൂമി നശിക്കുകയില്ല എന്നതിന്റെ അടയാളമായി കർത്താവ് നൽകിയത് എന്ത്? ഓപ്ഷൻ എ 4 പ്രാവുകളെ, ഓപ്ഷൻ ബി വാൽ നക്ഷത്രങ്ങൾ, ഓപ്ഷൻ സി മേഘപാളികളിലെ വെള്ളി വെളിച്ചം, ഓപ്ഷൻ ഡി മേഘത്തിലെ മഴവില്ല്. ആലോചിക്കുക. ഓപ്ഷൻ ഡി മേഘങ്ങളിലെ മഴവില്ല്. ഓട്ടം തീരുമാനിച്ചോ? അധികം ചിന്തിക്കേണ്ടതില്ല. ഇല്ല. ലോക്ക് ചെയ്യുന്നു. ലോക്ക് ചെയ്തു. കമ്പ്യൂട്ടർ പ്ലീസ് ലോക്ക്. എന്താ പെട്ടെന്നൊരു തീരുമാനത്തിൽ വന്നത്? വായിച്ചിട്ടുണ്ട് ഇത്? കുറെ പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. എന്താ ഇതിന്റെ ഒരു പശ്ചാത്തലം എന്തായിരുന്നു? നോഹയുടെ പെട്ടകത്തില് അന്നിപ്പോ വെള്ളപ്പൊക്കം ഉണ്ടായി, എല്ലാം കഴിഞ്ഞ് നോഹ ബലിയർപ്പിച്ചു. അതിന്റെ സുഗന്ധം, അതിന്റെ നറുമണമൊക്കെ കർത്താവിന് വളരെ ഇഷ്ടപ്പെട്ടു. അതിന്റെ ഒരു അടയാളമായിട്ടാണ് ഇനി ഒരിക്കലും ഭൂമി നശിപ്പിക്കാൻ വെള്ളപ്പൊക്കം ഉണ്ടാവില്ല എന്ന് നോഹയ്ക്ക് ദൈവം വാഗ്ദാനം ചെയ്യുന്നത്. അതിന്റെ അടയാളമായിട്ടാണ് മഴവില്ല് സ്ഥാപിക്കുന്നത്. ഉറപ്പിച്ചു. ഉത്തരം ശരിയാണോ തെറ്റാണോ എന്നത് ഇപ്പോൾ നമുക്ക് വ്യക്തമാക്കാം. കമ്പ്യൂട്ടറോട് ചോദിക്കാം. കമ്പ്യൂട്ടർ പ്ലീസ് ചെക്ക്. ഒത്തിരി സന്തോഷം. മിടുക്കി. എത്ര ചോദ്യങ്ങൾ? 5 കഴിഞ്ഞു. 5 ചോദ്യങ്ങൾ, 5 ശരിയായ ഉത്തരങ്ങൾ. എങ്ങനെ തോന്നുന്നു ഈ റിയാലിറ്റി ഷോയിലേക്ക് വന്നിരിക്കുമ്പോൾ? ഞാൻ വിചാരിച്ചത് 3ാമത്തെ ചോദ്യം ആവുമ്പോഴേക്കും എല്ലാം കഴിഞ്ഞു എന്നാണ്. എന്നാൽ ദൈവം എല്ലാം എനിക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. ഒത്തിരി സന്തോഷം അല്ലേ? അധ്യാപകർ എങ്ങനെയുണ്ട് സ്കൂളിലെ? വളരെ നല്ല അധ്യാപകന്മാരാണ്. ഞങ്ങളുടെ സ്കൂള് സിസ്റ്റേഴ്സാണ് നടത്തുന്നത്. അതുകൊണ്ട് ആത്മീയമായിട്ട് വളരെയധികം അവർ സ്റ്റഡീസിനെക്കാട്ടും കൂടുതൽ അവർ ഇതിനു വേണ്ടി അവര് ചെലവാക്കുന്നുണ്ട്. കുമ്പസാരം, കുർബാന, പ്രയർ റൂം, നിത്യാരാധന, പിന്നെ എല്ലാ കൊല്ലവും 3 ദിവസം റിട്രീറ്റും ഉണ്ടാവാറുണ്ട് സ്കൂളിൽ. എല്ലാത്തിലും സജീവമായിട്ട് ഷാലോം പങ്കെടുക്കുന്നുണ്ടോ? പങ്കെടുക്കുന്നുണ്ട്. ടീച്ചേഴ്സൊക്കെ നല്ല കഥകൾ പറഞ്ഞു തരാറുണ്ടോ? നല്ലോണം. മോക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിസ്റ്റർ അല്ലെങ്കിൽ ടീച്ചർ ആരെങ്കിലും ഉണ്ടോ പ്രത്യേകിച്ച് പറയാൻ? ഉണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിസ്റ്റർ ഉണ്ട്. സിസ്റ്ററിന്റെ പേര് ഷാൻ മരിയ എന്നാണ്. സിസ്റ്റർ ഷാൻ മരിയ. എന്താ സിസ്റ്ററിനോട് ഒത്തിരി ഇഷ്ടം തോന്നാൻ കാരണം? സിസ്റ്ററാണ് ഞങ്ങളുടെ സ്കൂളിലെ വൈസ് പ്രിൻസിപ്പൽ. അതോടൊപ്പം ജീസസ് യൂത്തില് എൻ്റെ അമ്മയോടൊപ്പം പ്രവർത്തിക്കുന്നുണ്ട്. അധ്യാപിക ആണ്. അതിലുപരി ജീസസ് യൂത്തിലെ വന്ന് ക്ലാസ് എടുക്കുകയും എല്ലാവർക്കും വിനീതമായാലും പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന ഒരു സിസ്റ്ററായിട്ടാണ് ഞാൻ കാണുന്നത്. ആ സിസ്റ്ററിനോട് ഒത്തിരി നന്ദിയും സ്നേഹവും കടപ്പാടും ഒക്കെ ഉണ്ടല്ലേ? ഉണ്ട്. അതെല്ലാം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. 6ാം ചോദ്യം കടക്കട്ടെ. ഷാലോം മരിയയ്ക്കുള്ള 6ാമത് ചോദ്യം ഇതാണ്. ഹെറോദസിന്റെ മകന്റെ പേരെന്ത്? ഓപ്ഷൻ എ ഫിലിപ്പോസ്, ഓപ്ഷൻ ബി റഹോബോം, ഓപ്ഷൻ സി അബിയു, ഓപ്ഷൻ ഡി അർക്കലവോസ്. ഓപ്ഷൻ ഡി അർക്കലാവോസ്. അത് ഉറപ്പിച്ചു. ഓപ്ഷൻ ഡി അർക്കലോവോസ്. ലോക്ക് ചെയ്യാണ്. ലോക്ക് ചെയ്തു. മാറ്റമില്ല. മാറ്റില്ല. പ്ലീസ് ലോക്ക് ഓപ്ഷൻ ഡി
ആർക്കലോവോസ്. എനിക്ക് ചെറിയ സംശയമുണ്ട്. ഫിലിപ്പോസ് അല്ലേ? അല്ല, അത് സഹോദരനാണ്. ആണോ? ഇത് ഏത് ഭാഗത്താ വായിച്ചത്? ഹെറോദിയ നിമിത്തം സ്നാപക യോഹന്നാൻ ഹെറോദിസിനെ കുറ്റപ്പെടുത്തിയിരുന്നു. കാരണം പീലിപ്പോസിന്റെ ഭാര്യനാണ് അവൻ ഭാര്യയാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. പീലിപ്പോസ് സഹോദരനാണ്, സഹോദരന്റെ ഭാര്യയാണ് കൂടെ ഭാര്യയായിട്ട് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. ഉത്തരം നമുക്ക് കമ്പ്യൂട്ടറിനോട് ചോദിക്കാം. റെഡി? കമ്പ്യൂട്ടർ പ്ലീസ് ചെക്ക്. സന്തോഷം. ക്ലാസ് 7. അതെ. അറിവ് അതിവിശാലം. എങ്ങനെയാ മോൾ ഇതെല്ലാം ഉൾക്കൊള്ളുന്നത്? നേരത്തെ പറഞ്ഞു ഈശോയോട് പ്രാർത്ഥിക്കാറുണ്ട്, ഉൾക്കൊണ്ടാറുണ്ട്. പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ അമ്മ പറയാറുണ്ട്, എന്തെങ്കിലും കിട്ടാത്തതുണ്ടെങ്കിൽ പിതാനും പുത്രനും പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞാൽ അത് വെളിപ്പെടുത്തി തരും എന്നാണ്. അമ്മയാണോ പഠിപ്പിച്ചത്? അതെ. ആണോ? വീട്ടിലുള്ള ഞാൻ പഠിക്കുമ്പോൾ വീട്ടിലുള്ള എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു. ഇപ്പൊ TV ഓൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ അവരത് വോളിയം കുറയ്ക്കുക അല്ലെങ്കിൽ നിർത്തുകയും ചെയ്യും. വളരെ അവര് എനിക്ക് അനുകൂലമായിട്ട് നിന്നിട്ടുണ്ട്. TV കാണാറുണ്ടോ? ആ, കാണാറുണ്ട്. നമ്മൾ ഈ പത്രത്തിലൊക്കെ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ് ടെക്നോളജിയുടെ വലിയ വളർച്ച. പിള്ളേരെല്ലാം, കുട്ടികളെല്ലാം കമ്പ്യൂട്ടർ കൊണ്ട്, മൊബൈൽ ഫോൺ കൊണ്ട്, ഫേസ്ബുക്കിൽ ഇങ്ങനെയെല്ലാം കറങ്ങി നടക്കുകയാണ്. ഒത്തിരിയേറെ മരണങ്ങൾ, ഒത്തിരിയേറെ പ്രശ്നങ്ങൾ, യുവജനങ്ങളൊക്കെ വഴിതെറ്റുന്നു. മോളൊരു കൊച്ചുകുട്ടിയാണ്, പക്ഷെ ഇതൊക്കെ കേൾക്കാറില്ലേ? കേൾക്കാറുണ്ട്. എങ്ങനെ തോന്നുന്നു മോക്ക് ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ മുന്നിലുള്ള ഈ കൊച്ചു ലോകം? ഫേസ്ബുക്കും ഇതും ടെക്നോളജിക്ക് വളരെ നല്ലത് തന്നെയാണ്. എല്ലാ സംഭവങ്ങളിലും ഒരു നന്മയും തിന്മയും ഉണ്ടാവും. അത് തിരിച്ചറിയാനാണ്, അത് നന്മയിൽ ഉപയോഗിക്കാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. വെരി ഗുഡ് മോളെ, വെരി ഗുഡ്, എക്സലന്റ്, നല്ല ഉത്തരം. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം എത്രാമത്തെ? 7ാമത്തെ. 7ാമത്തെ ചോദ്യം. റൈറ്റ്. 7ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം കൃത്യമായാൽ 5000 രൂപയുടെ ക്യാഷ് അവാർഡ്. കടക്കാം. ഷാലോം മരിയയ്ക്കുള്ള 7ാമത് ചോദ്യം ഇതാണ്. മോശ വടികൊണ്ട് അടിച്ച് ജലം വരുത്തിയ സ്ഥലമേത്? ഓപ്ഷൻ എ മാസ, ഓപ്ഷൻ ബി മെറീബ, ഓപ്ഷൻ സി സുക്കോത്ത്, ഓപ്ഷൻ ഡി ഹൊറേബ്. ഓപ്ഷൻ ഡി ഹോറബ്. ഓപ്ഷൻ ഡി ഹൊറേബ്. ഉറപ്പിക്കാമോ? ഓർപ്പിക്കാം. ലോക്ക് ചെയ്യുന്നു. പ്ലീസ് ലോക്ക് ഓപ്ഷൻ ഡി ഹൊറേബ്. ഒരു ചെറിയ കൺഫ്യൂഷൻ മനസ്സിൽ ഉണ്ട്. മാസ മെറീബി അല്ല, മാസയും മറീബിയും അല്ല. സുക്കോത്താണോ ഹോറബാണോ? ഒരു ചെറിയ സംശയം ഉണ്ടായല്ലേ? 5000 രൂപ കിട്ടാം, കിട്ടാതിരിക്കാം. ഈ ചെറിയ സംശയത്തിന്റെ ഇടയിൽ ഇങ്ങനെ നീങ്ങുകയാണ്. ടെൻഷൻ തോന്നാതെ, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഞാൻ കമ്പ്യൂട്ടറിനോട് തന്നെ ചോദിക്കുകയാണ്. ചോദിക്കട്ടെ? കമ്പ്യൂട്ടർ പ്ലീസ് ചെക്ക്. രൂപയുടെ ക്യാഷ് അവാർഡ്. ഒത്തിരി ഒത്തിരി സന്തോഷം പ്രിയപ്പെട്ട മോളെ, കൊച്ചുമോളെ. താങ്ക് യു. പ്രേക്ഷകർക്കുള്ള ഇന്നത്തെ ഗോൾഡൻ സീഡ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇസ്മായിലരുടെ അടുക്കൽ നിന്ന് ജോസഫിനെ വിലയ്ക്ക് വാങ്ങിയതാര്?
ചോദ്യം ഒരിക്കൽ കൂടി. ഇസ്മായിലരുടെ അടുക്കൽ നിന്ന് ജോസഫിനെ വിലയ്ക്ക് വാങ്ങിയതാര്? ഉത്തരം SMS ആയോ ഇമെയിൽ ആയോ അയക്കാവുന്നതാണ്. SMS അയക്കേണ്ട നമ്പർ 9744155533. ഇമെയിൽ kanandesham@gmail.com. വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് ഓഫ് കാനാന്തേശം. ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന പുസ്തകങ്ങൾ കൂടാതെ മോള് മറ്റ് വായനകൾ, പുസ്തകങ്ങൾ, മാസികകൾ എങ്ങനെയുണ്ട് വായനയൊക്കെ? വായന എനിക്കിഷ്ടമാണ്. റീഡിങ്, ബൈബിൾ ഇംഗ്ലീഷ് വായിക്കാറുണ്ട്, മലയാളവും വായിക്കാറുണ്ട്. പിന്നെ വിശുദ്ധരുടെ പുസ്തകങ്ങൾ വായിക്കാറുണ്ട്. അതിനായിട്ട് ഞങ്ങൾ മാസിക വരുത്തിയിരുന്നു. പിന്നെ മാർപ്പാപ്പയുടെ ഇപ്പോൾ ഉള്ള മാർപ്പാപ്പയുടെ ഒരു ഗ്രന്ഥം വായിച്ച് തുടങ്ങിയിട്ടുണ്ട്. 2 ചെറിയ സംശയങ്ങൾ. വിശുദ്ധരുടെ പുസ്തകങ്ങൾ വായിക്കാറുണ്ടെന്ന് പറഞ്ഞു. ഏത് വിശുദ്ധനെ അല്ലെ വിശുദ്ധയെ മോടെ മനസ്സിൽ കൂടുതലായിട്ട് മോൾ ഇഷ്ടപ്പെട്ട് സ്നേഹിച്ച് മുന്നോട്ട് പോകുന്നത്? വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യാളത്തി. എന്താ കൊച്ചുത്രേസ്യ പുണ്യോട് ഒത്തിരി സ്നേഹം? കൊച്ചുത്രേസ്യ പുണ്യാളത്തി ചെറുതായിരുന്നപ്പോ അവളുടെ പപ്പ പറയായിരുന്നു, ഒരു ചെറിയൊരു പൂ കാണിച്ച് പറയായിരുന്നു, ഈ ചെറിയ പുഷ്പം പോലെയാണ് നീ. അങ്ങനെ ചെറുപുഷ്പം എന്ന പേര് വന്നു. ചെറുപുഷ്പം. ആ പേര് എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. പിന്നെ സിസ്റ്റർ ആവാൻ വേണ്ടി ഒരുപാട് സഹിച്ച് അവസാനം സിസ്റ്ററായി. അങ്ങനെ നല്ലൊരു ജീവിതം നയിച്ച് കൊച്ചുത്രേസ്യ പുണ്യാളത്തി മരിക്കുകയാണ്. ഫ്രാൻസിസ് പാപ്പായെ കുറിച്ച് പറഞ്ഞു. പാപ്പായുടെ ലേഖനങ്ങള്, പ്രസ്താവനകള് ഇതെല്ലാം കാണുന്നു. എന്താ സഭയ്ക്ക് വലിയൊരു മാറ്റത്തിന്റെ വലിയൊരു ചുവടുവയ്പ് എന്ത് തോന്നുന്നു മോക്ക് ഈ കൊച്ചു മനസ്സിൽ? മാർപ്പാപ്പ വളരെ നല്ലൊരു ആളാണ്. മാർപ്പാപ്പ ദരിദ്രരുടെ മാർപ്പാപ്പ എന്ന് വിശേഷിപ്പിക്കാനാണ് കൂടുതൽ ഉചിതം. മാർപ്പാപ്പ സ്ഥാനത്ത് ഇരുന്ന സമയത്ത് പറഞ്ഞു, നിങ്ങൾ ആരും എന്നെ കാണാൻ വേണ്ടിയിട്ട് പൈസ ചെലവാക്കി വരണ്ട, ആ പൈസ നിങ്ങൾ ദരിദ്രർക്ക് കൊടുക്കണം. അതായിരുന്നു മാർപ്പാപ്പയുടെ ഒരു ഉള്ളിലുള്ള ഒരു ഇത്. പക്ഷേ തന്നെയല്ല, മാർപ്പാപ്പ ആൾക്കാരുടെ ഇടയിൽ ചെന്ന് അവരെ ശുശ്രൂഷിക്കുകയും അധികം ആഡംബരമില്ലാതെ ജീവിതം നയിക്കുകയും ചെയ്യുന്നു. അത് വലിയൊരു പ്രചോദനമാണ് സഭയ്ക്ക്. റിയലി ഗ്രേറ്റ് മോളെ, മോള് പങ്കുവയ്ക്കുന്ന നല്ല കാര്യങ്ങൾ. നമുക്ക് കാനാന്തേശത്തിലേക്ക് മടങ്ങി വരാം. അടുത്ത മോൾക്കുള്ള ചോദ്യം 8ാമത്തെ ചോദ്യമാണ്. ഒരു പ്രത്യേകത, 8, 9, 10 ഈ ചോദ്യങ്ങൾക്ക് ഗോൾഡൻ ചാൻസ് ഉണ്ട്. മോക്ക് മറ്റൊരാളുടെ സഹായം തേടാം. അത് മോടെ ഇഷ്ടമാണ്. സ്വന്തമായിട്ട് പറയാമെങ്കിൽ അങ്ങനെ പറയാം. ആവശ്യമെങ്കിൽ ഗോൾഡൻ ചാൻസിലൂടെ മറ്റൊരാളുടെ സഹായം തേടാം. റെഡി? 8ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കട്ടെ. ഷാലോ മരിക്കുള്ള 8ാമത്തെ ചോദ്യം പ്ലീസ്. ഉപാധ്യായയുടെ പുസ്തകത്തിൽ എത്ര അധ്യായം ഉണ്ട്? ഓപ്ഷൻ എ 1, ഓപ്ഷൻ ബി 2, ഓപ്ഷൻ സി 3, ഓപ്ഷൻ ഡി 4. ഓപ്ഷൻ എ 1. ഓപ്ഷൻ എ 1 ലോക്ക് ചെയ്യാമോ? ലോക്ക് ചെയ്തു. ചെയ്യട്ടെ? ചെയ്തു. ഉറപ്പ്? ഉറപ്പ്. കമ്പ്യൂട്ടർ പ്ലീസ് ലോക്ക് ഓപ്ഷൻ എ 1. 4 അധ്യായങ്ങൾ വരെയാണ് ഇവിടെ പറഞ്ഞത്. ഒരു അധ്യായത്തില് മോളങ്ങ് ലോക്കും ചെയ്തു. 4 ഒരു സംശയം മനസ്സിൽ തോന്നുന്നുണ്ടോ? ഇല്ല, ഉപാധ്യായയുടെ പുസ്തകം തന്നെയാണോ എന്നൊരു അതുണ്ടായിരുന്നു. അതിലാകെ കൂടി 21 വാക്യങ്ങൾ ആണെന്ന് തോന്നുന്നു.
ഒരു അധ്യായമേ ഉള്ളൂ. ഒരു അധ്യായമേ ഉള്ളൂ. എന്താ പുസ്തകത്തിലുള്ളതെന്ന് അറിയാമോ? വായിച്ചിട്ടുള്ള ഓർമ്മയില്ല. ഉത്തരം ശരിയാണോ തെറ്റാണോ കമ്പ്യൂട്ടറിനോട് നമുക്ക് ചോദിക്കാം. ചോദിക്കട്ടെ? ചോദിച്ചു. ലോക്ക് ചെയ്തിരിക്കുക, ഇനി മാറ്റമില്ല. ഇനി ചോദ്യം കമ്പ്യൂട്ടറിനോട് മാത്രം. ചോദിച്ചു. കമ്പ്യൂട്ടർ പ്ലീസ് ചെക്ക്. ഉത്തരം ശരി. ഓപ്ഷൻ എ 1. മോഡ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മോടെ ഉത്തരത്തേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് ഉത്തരത്തിലേക്ക് എത്തിച്ചേരുവാൻ മോള് നടത്തുന്ന ശ്രമങ്ങളാണ്. പ്രേക്ഷകർക്കുള്ള ഇന്നത്തെ ഗോൾഡൻ സീഡ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇസ്മായിലരുടെ അടുക്കൽ നിന്ന് ജോസഫിനെ വിലയ്ക്ക് വാങ്ങിയതാര്? ചോദ്യം ഒരിക്കൽ കൂടി. ഇസ്മായിലരുടെ അടുക്കൽ നിന്ന് ജോസഫിനെ വിലയ്ക്ക് വാങ്ങിയതാര്? ഉത്തരം SMS ആയോ ഇമെയിലായോ അയക്കാവുന്നതാണ്. SMS അയക്കേണ്ട നമ്പർ 9744155533. ഇമെയിൽ kanandesham@gmail.com. വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് ഓഫ് കാനാന്തേശം. ജീവിതത്തില് സന്തോഷം തോന്നിയ ഏതെങ്കിലും അവസരം, ഒത്തിരിയേറെ സന്തോഷം തോന്നിയ അവസരം? എൻ്റെ കണ്ണിന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, ഒരു റൈറ്റ് ഐക്ക് പ്രശ്നം ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ ബൈ ബർത്ത് തന്നെ ഉണ്ടായിരുന്നു. അത് ഈ അടുത്ത് അത് മാറി. അതിന് എൻ്റെ അമ്മയും എൻ്റെ ഫാമിലി എല്ലാവരും നന്നായി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ അനിയത്തിക്കും സെയിം ഉണ്ടായിരുന്നു, പക്ഷെ ലെഫ്റ്റ് ഐ ആയിരുന്നു. ഞങ്ങൾക്ക് രണ്ടാൾക്കും ബൈ ബർത്ത്. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ ദൈവത്തെ വിളിക്കുകയും ഒരുപാട് പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിന് ഞങ്ങൾക്ക് പ്രതിഫലം കിട്ടി. ഞങ്ങളുടെ രണ്ടാളുടെയും കണ്ണ് സുഖപ്പെട്ടു. അങ്ങനെ വലിയ ഒരു വിടുതൽ അല്ലേ? അതെ. ദൈവത്തിന് നന്ദി പറഞ്ഞു. നന്ദി പറഞ്ഞു. വലിയ വിടുതൽ ഏറ്റുവാങ്ങിയ ഷാലോം മരിക്ക് ഗോൾഡൻ ചാൻസിലുള്ള 9ാമത്തെ ചോദ്യം ഇതാണ്. സിറിയയിൽ ആര് ദേശാധിപതി ആയിരിക്കുമ്പോഴാണ് പേരെഴുത്ത് നടന്നത്? ഓപ്ഷൻ എ പിലാത്തോസ്, ഓപ്ഷൻ ബി അഗസ്റ്റസ് സീസർ, ഓപ്ഷൻ സി ഹെറോദസ്, ഓപ്ഷൻ ഡി കിരീനിയാസ്. ഓപ്ഷൻ ബി അഗസ്റ്റസ് സീസർ. പെട്ടെന്ന് ഉത്തരം പറയാണല്ലോ. ശരിയെന്ന് ഉറപ്പിച്ചിട്ടാണ് പറയുന്നത്. അതെ. ലോക്ക് ചെയ്യാമോ? ലോക്ക് ചെയ്തോളൂ. കമ്പ്യൂട്ടർ പ്ലീസ് ലോക്ക് ഓപ്ഷൻ ബി അഗസ്റ്റസ് സീസർ. മുഖത്ത് ഒരു ഭാവ വ്യത്യാസം ഞാൻ കാണുന്നുണ്ട്. വ്യത്യാസങ്ങൾ എന്തെങ്കിലും? അത് തന്നെയാണ്. പിലാത്തോസ് അല്ലേ? അല്ല. ഹെറോദസ് അല്ല. ഉറപ്പാണ്? അതെ, അഗസ്റ്റസ് സീസർ ആണ്. ആണല്ലേ? ചോദിക്കട്ടെ കമ്പ്യൂട്ടറിനോട്? ചോദിച്ചു. കമ്പ്യൂട്ടർ പ്ലീസ് ചെക്ക്. എവിടെയോ ഒരു ചെറിയ മിസ്റ്റേക്ക്. നമുക്ക് കമ്പ്യൂട്ടറിനോട് തന്നെ ചോദിക്കാം ശരിയായ ഉത്തരം. കമ്പ്യൂട്ടർ പ്ലീസ് ചെക്ക്. ഓപ്ഷൻ ഡി കിരീനിയാസ്. എവിടെയാ മോളെ തെറ്റുപറ്റിയത്? ദേശാധിപതി അത് ചക്രവർത്തിയായിരുന്നു അഗസ്റ്റസ് സീസർ. എന്തോ ചക്രവർത്തിയായിരുന്നു എന്ന് തോന്നുന്നു അഗസ്റ്റസ് സീസർ. ചോദ്യത്തിൽ പെട്ടെന്നൊരു കൺഫ്യൂഷൻ മനസ്സിൽ വന്നോ? കുഴപ്പമില്ലേ? ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിന് മാത്രം ഉൾക്കൊണ്ടു. അതെ അല്ലേ? എത്ര ചോദ്യങ്ങൾ ജയിച്ചു? ഇപ്പോൾ 8 ചോദ്യങ്ങൾ ജയിച്ചു. അതൊരു വലിയ സംഭവമല്ലേ? അതെ. ഇത്രയെത്തുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല.
എങ്ങനെ അനുഭവപ്പെടുന്നു? കാനാൻ ദേശം ബൈബിൾ റിയാലിറ്റി ഷോയിലേക്ക് വന്നപ്പോൾ, ഇതിൽ പങ്കുചേർന്നപ്പോൾ മോടെ മനസ്സിലൂടെ കടന്നുപോയ ചിന്തകൾ? ഇതിനുള്ള പോർഷൻസ് തന്നത് ബൈബിൾ മൊത്തമായിരുന്നു. അപ്പോൾ എന്തായാലും ആഴത്തിലൊന്നും പോയില്ല, ഒരു പരത്തി വായിച്ച് വന്നേ ഉള്ളൂ. എന്നാലും 8ാമത്തെ ചോദ്യം വരെ ശരിയായ ഉത്തരം പറയാൻ സാധിച്ചു. ഞാനൊരു കാര്യം പറയട്ടെ. മോളൊരു ഭാഗ്യപ്പെട്ട മകളാണ്. ഒത്തിരിയേറെ കഴിവുകൾ. അതിലൊക്കെ എനിക്കിഷ്ടപ്പെട്ടത് നല്ല ബുദ്ധിശാലി, നല്ല ഓർമ്മശക്തി, നല്ല പ്രാർത്ഥന രൂപി, നല്ലൊരു ഭാവിക്ക് വേണ്ടി എല്ലാ ഭാവങ്ങളും മംഗളങ്ങളും പ്രാർത്ഥനകളും നേരുന്നു. പുതിയ ഒരു മത്സരാർത്ഥിയുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.